ലക്ഷ്മി. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. ആദ്യം തന്നെ ഈ പ്രാവശ്യത്തെ ഓണം എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് അങ്ങനെ വലുതായിട്ടൊന്നും എവിടെയും പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം ഇന്ന് എൻ്റെ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് തന്നെ മനസ്സിലായി കാണും. ഇനി ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വിഷമമൊന്നും കൂടാതെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ആഘോഷിക്കാം ഈ ഒരു ഓണം. പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ ഓൾറെഡി മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഇൻട്രൊഡക്ഷൻ ഇപ്പം ഷൂട്ട് ചെയ്തത്. അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. ഞാൻ മോയ്സ്ചറൈസറിന് പകരം അലോവേര ജെല്ലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നന്നായിട്ട് ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഇട്ട് കൊടുക്കുക. സ്കിന്നിലിത് കുറച്ചൊന്ന് അബ്സോർവ് ആയെന്ന് തോന്നിയിടം വരെ പതുക്കെ ഒത്തിരി പ്രസ് ചെയ്യാതെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഓണം അങ്ങനെയുള്ള ഒക്കേഷനിലൊക്കെ നമുക്ക് കൺസീലറൊക്കെ യൂസ് ചെയ്യാം. വലിയ ഡെയിലി ബേസിസിലല്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമുക്ക് കൺസീലർ നമ്മുടെ ഈ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉള്ളിടത്ത് ജസ്റ്റ് ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ഇടരുത്, കുറച്ച് ഡോട്ട് ചെയ്തിട്ടിട്ട് കൺസീലർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഒരു ലിപ് ക്രയോണാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു റെഡിഷ് പിങ്കാണ്. റെഡും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ലൈറ്റ് പിങ്കും റെഡും മിക്സ് ആയിട്ടുള്ളൊരു കളർ. അതിനുശേഷം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ നമുക്ക് ഗ്രോത്ത് കുറവ് അവിടെയൊക്കെ നമുക്കൊന്ന് കവർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ എഴുതി കൊടുക്കുക. കുറച്ച് വിങ്സ് വേണമെങ്കിൽ എഴുതാം. ഞാൻ ഇപ്പം ഓണം മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് കുറച്ച് വിങ്സ് ആ രീതിയിലാണ് ഐലൈനർ എഴുതുന്നത്. വിങ്സ് എങ്ങനെയാണ് നല്ല സൂപ്പറായിട്ട് വരയ്ക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാവരും ഒന്ന് എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ കണ്ണിൻ്റെ അടിഭാഗത്ത് കാജൽ എഴുതുന്നുണ്ട്.
ഇപ്പം ഫേസിലുള്ള മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞു. ഇനിയിപ്പം മുടി ചുമ്മാ അഴിച്ചിടുവാണ്. മുടിയിൽ എനിക്ക് മുല്ലപ്പൂ ഒന്നും കിട്ടിയില്ല, അപ്പം ഞാനിങ്ങനെ അഴിച്ചിടുവാണ്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ കൊടുക്കുന്നത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം ഈ ഒരു മേക്കപ്പ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ആവണം ഒന്നും കൂടി. പിന്നെ കമൻറ്റ് ചെയ്യണം എല്ലാവരും. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കമൻസൊക്കെ വായിക്കാൻ വേണ്ടി. എൻ്റെ ഫോണിൽ ഇങ്ങനെ നിങ്ങളുടെ കമൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ എക്സാമൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് വരത്തില്ലേ, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതുപോലെ ഞാൻ നിങ്ങളുടെ എനിക്ക് കമൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ നോക്കുന്നത് ആ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അപ്പം എല്ലാവരും കമൻറ്റ് ഒക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കാണണം. നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്.